തുമ്മലടിച്ച് മരിക്കും. അതുകൊണ്ട് കെട്ടിയിട്ട് ക്ലീനിങ് തുടങ്ങാം. അതായിരിക്കും. ഇതൊക്കെ ഞാൻ തന്നെ തള്ളിയിട്ടെ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ള് വീട് ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾ എന്നും വീട് വൃത്തിയാക്കുന്നതൊക്കെ അല്ലേ. പക്ഷെ നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടോ? ഇല്ല, വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനെക്കാട്ടി വൃത്തിയാക്കണക്കാട്ടിയും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വൃത്തിയാക്കുകയും ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കണമല്ലോ. അപ്പം നോക്കിയാലോ, കമോൺ. അപ്പം അതെ, ഇതാണ് നമ്മളുടെ വീടും പരിസരവും. ഇതൊന്നും നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നു കേട്ടോ, ഇതൊക്കെ ഓൾറെഡി വൃത്തിയാണ്. അപ്പം ഞാൻ ഇതേ ഫസ്റ്റ് ഫ്ലോറിലാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ ഫുള്ള് കാടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വീടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്താ പറയുക, അവിടെയൊക്കെ ഫില്ലായി. നല്ല പച്ചപ്പാണ്, നമ്മളെ നാട്ടിലെ പോലെ തന്നെയാണ്. ഇത് അപ്പുറത്തെ അങ്കിളിൻ്റെ കൃഷിയാണ് കേട്ടോ. അപ്പുറത്തെ അങ്കിള് നല്ല കൃഷി ചെയ്യും. രാവിലെ വെളുപ്പിനെ എണീറ്റ് എല്ലാ പരിപാടിയാണ്. ഇതാണ് അങ്കിളുടെ കൃഷിത്തോട്ടം. കുറേ പൂക്കളും എല്ലാം ഉണ്ട്. നമുക്കും മീൻസ് രാവിലെ എണീറ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബാണ്. നല്ല വെയിലാണല്ലോ ഇപ്പൊക്കെ. ഇതാണ് എൻ്റെ ബാൽക്കണി. രാത്രി ഇട്ട ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ. ഷട്ട് മാൻ, ഓഫാക്കിയേക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ അതെ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലും അടിപൊളി പച്ചപ്പും കാര്യങ്ങളാണ്. ഇവിടെ നമ്മളുടെ കൂറയുണ്ട്. കൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ നമ്മൾ താഴത്തെ വിട്ട ഡോഗാണ് കേട്ടോ. അവരിട്ട പേരാണ് കൂറ. നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. Oh, see, they mess up house. ഇതൊക്കെ ഞാൻ തന്നെ തള്ളിയിട്ടെ. സ്റ്റിച്ചിങ് അല്ലേ, സ്റ്റിച്ചിങ്. കിച്ചൺ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തികേടായിട്ടില്ല, കുക്കിംഗ് ഇല്ലാത്തതിനെ കൊണ്ടേ. പിന്നെ ഇത് നമ്മളെ ബെഡ്റൂമിൽ ആകെ വൃത്തികേടായി കിടക്കുന്ന സ്ഥലം എന്ന് പറയണത് അതെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും അല്ലാതുമാണ്. എന്തെങ്കിലും ഒരു സാധനം നോക്കണം എന്നുണ്ടെങ്കിൽ വാരി വലിച്ചിടും. ഇത് ഒരു ബാൽക്കണിയും കൂടിയാണ് കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്. അത് എന്തായോ എന്താ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം കുളമായി കിടക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അതിൻ്റെ മുന്നേ ഇതേണ്ടേ ഞാനൊരു ടവല് ഇപ്പോൾ കഴുകാട്ടിരിക്കണം. അപ്പോൾ ഷോള് വെച്ചിട്ട് മൂക്ക് കൊത്തുന്നുണ്ട് കേട്ടോ. പൊടി അലർജിയാണ്. ഞാനിപ്പോൾ ഒരു ദിവസം ക്ലീനിങ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേ ഫുള്ള് ഞാൻ എന്താ പറയുക തുമ്മലടിച്ച് മരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ഒന്ന് കെട്ടിയിട്ട് ക്ലീനിങ് തുടങ്ങാം. അതായിരിക്കും അത് നല്ലത്. അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് ഇതാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം എൻ്റെ സ്റ്റിച്ചിങ് ആക്സസറീസ് ആണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാം കൊളായി കിടക്കും. ഞാൻ തന്നെ വീണ്ടും വൃത്തിയാക്കി വെക്കും. അപ്പോൾ എല്ലാം അടക്കി പെറുക്കി വെക്കുന്നുണ്ട്. മീഷോ എന്നാണ് ഞാൻ അധികം സ്റ്റിച്ചിങ് ഐറ്റംസൊക്കെ വാങ്ങിക്കാറ് കേട്ടോ. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് നല്ല ഐറ്റംസ് കിട്ടും. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ ഒരു കുരുകുനാ പണികൾ, നൂലുകളൊക്കെ അടക്കി വൃത്തിയിൽ വയ്ക്കുക, ഒരു സാറ്റിസ്ഫൈങ് അല്ലേ. എൻ്റെ ചേച്ചിൻ്റെ മോൾക്ക് എൻ്റെ അതേ സ്വഭാവമാട്ടോ. മൂത്ത മോൾക്ക് ചീക്കുട്ടിക്ക് അവൾ ഇതേപോലെ കുനുകുനാന്ന് പറഞ്ഞിങ്ങനെ വൃത്തിയാക്കി വെക്കും. ഞാനിതുപോലെ വീട്ടിലൊക്കെ ആകുമ്പോൾ വൃത്തിയാക്കി വെക്കുമ്പോൾ അവളും എൻ്റെ കൂടെ കൂടും കേട്ടോ. കാരണം നമ്മൾ ചെയ്യണ കാണുമ്പോഴാണ് അവർക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവുന്നത്. അപ്പം നമ്മളും ആ ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കുക അവർക്ക്, ഇങ്ങനെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ളത്. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എപ്പോഴും ഒന്നും ചെയ്യാൻ എനിക്ക് മൂഡുണ്ടാവില്ല. പക്ഷെ അത്ര OCD പ്രശ്നമുള്ള ഒരാളും അല്ല. പക്ഷെ ചെയ്യുകയാണെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ആ ഡേ തന്നെ ഫിനിഷ് ആക്കണം. ಸ್ವಲ್ಪ റെസ്റ്റ് ആവാം. വീണ്ടും കമോൺ. എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ജോലികൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ ആസ്മ പ്രോബ്ലവും ശ്വാസമുട്ടലൊക്കെ ഉള്ളത് കാരണം ഞാൻ പെട്ടെന്ന് ടയേർഡാവും. അതുകൊണ്ട് തന്നെ ഞാൻ ടൈം എടുത്തിട്ട് എൻ്റെ സൗകര്യത്തിനാണ് ചെയ്യാറ്. ഇനി നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയാലോ. ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ക്ലീനിങ് ആകുമ്പോൾ നമുക്ക് പിന്നെ ഇതിന് ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പതുക്കെ ഇരുന്നിട്ട് ആയിക്കോളൂ. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്.
ചോറിൻ്റെ കൂടെ ഞാൻ വെജീസ് ഇതുപോലെ ഇങ്ങനെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാറ്. ഇതൊന്നെങ്കിൽ വെളിച്ചെണ്ണയിലിട്ടിട്ടോ അല്ലെങ്കിൽ ബട്ടറിലിട്ടിട്ടോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ് കുറച്ചും കഴിക്കും കേട്ടോ. പിന്നെ എഗ്ഗ് ഉണ്ടെങ്കിൽ എഗ്ഗ് ഉണ്ടാക്കും. അപ്പം മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. കാരണം കറി ഉണ്ടാക്കാനോ ഇതാക്കാനോ ക്ലീനിങ് ആകുമ്പോൾ അത് തന്നെ ഒരു ടൈം പോകും. കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് മാത്രം, എല്ലാം കൂടെ ഒന്നും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അത്ര എക്സ്പേർട്ട് ഒന്നുമില്ല ഞാൻ. അങ്ങനെ എൻ്റെ കുളിയും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ ബാൽക്കണിയൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട്. എല്ലാം ഒന്ന് അടക്കിപ്പെറുക്കി വെച്ചപ്പോൾ തന്നെ എന്തൊരു സമാധാനം. ഇതേ നമ്മുടെ ബെഡ്റൂം. അപ്പം ഇത്രയേ ഉള്ളൂ. അതേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഞാൻ ഇച്ചിരി ചോറാണ് എടുക്കുന്നത്. പോർഷനായിട്ട് കഴിക്കണം എന്നാണ്. ചിലപ്പോൾ വിശപ്പ് വന്നാൽ കഴിഞ്ഞാൽ നല്ല കഴിക്കും കേട്ടോ. പിന്നെ നമ്മളെ വെജീസ്. ചോറ് കുറച്ചും വെജീസ് കൂടുതലും കഴിക്കാന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും പറ്റാറൊന്നുമില്ല. പിന്നെ ഒരു ആംപ്ലേറ്റ്. അപ്പം ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ.